അപ്പൊ ഇന്നത്തെ പറയാം. ഇന്ന് സിംഗപ്പൂരിലെ രണ്ടാമത്തെ ദിവസം റൂം പാക്കറ്റ് ചെയ്ത് നമ്മൾ നേരെ സ്ട്രീറ്റിലോട്ട് നടക്കാറങ്ങി. മുതലാളി നടന്ന് ഏതോ വലിയ ബംഗ്ലാവിൽ ചെന്നേറി. ബംഗ്ലാവിൽ കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു വഴി തെറ്റി മുതലാളി. അവിടുന്ന് മുതലാളി വലിച്ചിറക്കി നേരെ കുത്തിയെത്തിയ മനുഷ്യന്മാരെ അടുത്ത് നോക്കിയപ്പോ അവിടെ മുതലാളി ഉമ്മി ഇറങ്ങണത് അച്ചുവിന്റെ തണ്ടിലാണ് ഇട്ടുണ്ട്. അങ്ങനെ അച്ചുവിന്റെ തണ്ട് തെരഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഫിഷിനെ കാണാൻ വേണ്ടി. മീനി ഫുള്ള് മീനിന്റെ ഒരു അത്ഭുത ദ്വീപ് തന്നെ പറയേണ്ടി വരും. അങ്ങനെ കുറെ ഐറ്റംസ്, വെറൈറ്റി കൺകുളിർക്കി ആ കാഴ്ചകളെല്ലാം കണ്ട് അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ ഐസ്ക്രീം കുടിക്കാൻ പോയി. അങ്ങനെ ഐസ്ക്രീം കുടിച്ചിട്ട് ചെറിയൊരു ട്രെയിൻ കയറി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് നേരെ വിട്ട്. ഇതൊരു ചെറിയ സ്പോട്ടല്ല, ഇതൊരു മാജിക്കൽ സ്പോട്ട്, ഒരു നാച്ചുറൽ വൈബ്. അങ്ങനെ ഇതുവരെ കാണാത്ത കുറെ വെറൈറ്റി ഐറ്റംസിനെ കണ്ടിട്ടാണ് അവിടെ പോയത്. അവിടെ എന്ന് വെച്ചാൽ ഫുള്ള് പക്ഷികളുടെ മാത്രമുള്ള ഒരു കലവറ. നോക്കിയപ്പോ താറാവ് കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, ആട്, മാട്, പശു എല്ലാം അവിടെ തന്നെ. അവിടെ നമ്മൾ ടാക്സി പിടിച്ച് നേരെ സിംഗപ്പൂർ എയർപോർട്ടിലേക്ക്. അവിടുത്തെ കാഴ്ചയിൽ വല്ലാത്തൊരു അനുഭവം. നമ്മുടെ ആഗ്രഹങ്ങൾ വലുതായാലും ചെറുതായാലും അത് ആഗ്രഹിച്ചതുപോലെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സന്തോഷമുണ്ടല്ലോ മനസ്സിന്റെ, അതൊരു വല്ലാത്തൊരു അനുഭവം. അവിടുത്തെ കാഴ്ചയിൽ ഇരുന്നും ചെരിഞ്ഞും കിടന്നും നടന്നും ഓടിയും കണ്ടു നമ്മൾ അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ട് പിടിക്കാനുള്ള പരിപാടിയാക്കി. അവിടെ നമ്മൾ ട്രെയിൻ എടുത്ത് നേരെ ബസ് സ്റ്റേഷൻ പിടിക്കാനുള്ള പരിപാടിയാണ്. ആ പരിപാടിയിൽ 2 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് നല്ല ചൂട് ബിരിയാണിയും കഴിച്ചിട്ട് നമ്മൾ സ്പോട്ട് പിടിച്ച് ബസ് സ്റ്റേഷൻ സിംഗപ്പൂരും കടന്ന് നമ്മൾ നേരെ മലേഷ്യയിലോട്ട് എത്തി. ഇനി മലേഷ്യയിലുള്ള കാഴ്ചകൾ മാറും. അങ്ങനെ സിംഗപ്പൂർ അവസാനിച്ചു. തിരിച്ച് നാട്ടിലേക്ക്, അല്ല വീട്ടിലേക്ക്. എവിടെ? കൂട്ടിലേക്ക്, ജോഹറിലേക്ക്.